ആഭ്യന്തര, തൊഴിൽ, വ്യവസായ മന്ത്രാലയങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് 29,000-ഓളം ആളുകളെ പിടികൂടിയത്. പൊതുസ്ഥലങ്ങൾ, ലേബർ ക്യാമ്പുകൾ, കച്ചവട സമുച്ചയങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. ദമാം, ജുബൈൽ, ഖോബാർ, ഖത്തീഫ് എന്നിവിടങ്ങളിൽ നിന്നാണ് അനധികൃത തൊഴിലാളികളെ പിടികൂടിയിട്ടുള്ളത്. ഭൂരിപക്ഷം പേരും സ്പോൺസർമാരിൽ നിന്ന് ഒളിച്ചോടി മറ്റു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരും ഹുറൂബായവരുമാണെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പിടിക്കപ്പെട്ടവരിൽ വിവിധ രാജ്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് മേധാവി അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. തൊഴിൽ നിയമം ലംഘിക്കുന്നവരെ ക്രിമിനൽ കുറ്റത്തിനും ശിക്ഷിക്കുമെന്നും മറ്റുള്ളവരെ നാടുകടത്തൽ കേന്ദ്രം വഴി നാടുകടത്തുമെന്നും കിഴക്കൻ പ്രവിശ്യ പോലീസ് മേധാവി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മീഡിയ 1 ദമാം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20% അന്താരാഷ്ട്ര വിപണിയിൽ അരിവില കുറഞ്ഞത്. എന്നാൽ പെട്രോളിയം സബ്സിഡി വെട്ടിക്കുറച്ചത് മൂലം ചിലവ് വർദ്ധിച്ചതുകൊണ്ട് ആഭ്യന്തര വിപണിയിൽ വിലക്കുറവിന്റെ ഗുണം ലഭിക്കില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. സൗദിയിൽ ധാരാളമായി ഉപയോഗിച്ചു വരുന്ന ബസ്മതി അരിയുടെ വില 20%-ഓളം കുറഞ്ഞിട്ടുണ്ട്. മൊത്ത ചില്ലറ വ്യാപാരികൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് ഉപയോഗിച്ചത് കാരണമാണ് ലോകവിപണിയിൽ അരിവില കുറഞ്ഞിട്ടും ആഭ്യന്തര വിപണിയിൽ വിലയിടിവ് ദൃശ്യമാകാതിരുന്നതെന്നും വ്യാപാരികൾ പറഞ്ഞു. രാജ്യത്ത് അരി ഇറക്കുമതി ചെയ്യുന്ന 120-ലധികം മൊത്ത വ്യാപാരികളുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രം വർഷം തോറും 8 ലക്ഷം ടൺ അരി സൗദി അറേബ്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇത് സൗദിയുടെ മൊത്തം ബസ്മതി അരി ഇറക്കുമതിയുടെ 60%-ഓളം വരും. മറ്റിനങ്ങളിൽപ്പെട്ട 7 ലക്ഷം ടൺ അരിയും സൗദി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതേസമയം എണ്ണയുടെ സബ്സിഡി വെട്ടിക്കുറച്ചതുമൂലം ചിലവ് വർദ്ധിക്കുമെങ്കിലും നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരാനുള്ള സാധ്യത വിരളമാണെന്ന് ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സിലെ ഫുഡ് കമ്മിറ്റി അംഗം മുഹമ്മദ് അൽ ജിഹാനി പറഞ്ഞു. ആഗോള സാമ്പത്തിക രംഗത്തുണ്ടായ തകർച്ച മൂലം ഉപഭോഗ വസ്തുക്കൾ താരതമ്യേന കുറഞ്ഞ വിലക്കാണ് ഇറക്കുമതി ചെയ്യുന്നത്. ആഭ്യന്തര ഉൽപ്പന്നങ്ങളിൽ മാത്രമേ നേരിയ തോതിലുള്ള വർധനവിനുള്ള സാധ്യതയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 റിയാദ്.